ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൂര്യകാന്തിപ്പാടം കാണാൻ പോയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തലേ ദിവസം തൊട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം അവിടെയുള്ളൊരു ദിവസമാണ് കേട്ടോ സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇത് മന്തി ഉണ്ടാക്കാമെന്ന് വീട്ടിലുമ്മ പറഞ്ഞപ്പം അപ്പം പിടിച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു സമയത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം ഒരു മന്തിയുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, പരീക്ഷണം ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒന്ന് വാട്ടിയിട്ട് റൈസ് ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഊറ്റിയെടുക്കല്ല, അതിൽ തന്നെ ഇട്ടിട്ട് നെയ്ച്ചോറ് പോലെ അതിൽ തന്നെ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അരി കുതിർത്ത് അതും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഫോയിൽ പേപ്പർ നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിന് മുകളിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഫോയിൽ പേപ്പർ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ചോറ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ ആവി കയറിയിട്ട് നമ്മുടെ ഈ ചിക്കനും വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ചിക്കൻ മുഴുവനായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലും ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മന്തിയുടെ പരിപാടി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആസിയുടെ ഷെബിൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ വൈറ്റ് സോസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മോനുള്ള പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ. കായപ്പൊടിയാണ്. അതിലേക്ക് പനങ്കൽക്കണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കാക്കി ഉണ്ടാക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ചിലപ്പം പാൽപ്പൊടി ഇട്ട് കൊടുക്കും. അവൻ്റെ പാൽപ്പൊടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. രണ്ട് വിധത്തിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കി കേട്ടോ. ലക്ഷ്യം ഇവിടെ ടി വി കണ്ടിരിക്കുകയാണ്. സിദ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പം അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്ന ഒരു മന്തിയുടെ ഒരു ഉഷാറ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എടുത്ത് മാറ്റുന്ന സമയത്ത് കണ്ടില്ലേ, ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ. അതേപോലെ തന്നെ നമ്മൾ ചോറിലും ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റൈസ് കണ്ടില്ലേ, നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവും പാകമായിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ എന്ത് ചെയ്തു, ഒന്ന് എണ്ണയിലിട്ട് ഒന്നങ്ങ് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് വിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വേവൊക്കെ നല്ല പാകമായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കനൊക്കെ ഒന്ന് സൈഡ് ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കണൽ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചു. അത്രയും മതി. അതോടെ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്.
അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടിയിട്ട് മന്തിയൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പരീക്ഷണമായാലും നല്ല ടേസ്റ്റ് എന്ന് പറയാനില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മൻ്റെ സ്പെഷ്യലായിട്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഫുഡൊക്കെ കഴിച്ചിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞ് സൂര്യകാന്തി പടം കാണാൻ വൈകുന്നേരം പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നാത്തൂന് വർക്ക് ചെയ്യാണ്, അവൾ മഞ്ചേരി ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് വൈകിപ്പോയി അവൾ വരാൻ. അപ്പോൾ അവൾ വൈകുമെന്ന് പറഞ്ഞപ്പം എന്നെങ്കിൽ നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അപ്പം പിടിച്ചിട്ട് അവൻ പറഞ്ഞു, നമുക്ക് അമ്മായിൻ്റെ ഒരു മോളെ വീടുണ്ട്, അവൾ ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്, അപ്പോൾ നമുക്ക് അവളെ വീട് കാണാൻ പോകുന്നാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാനൊക്കെ മാറ്റിയിട്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പം പെട്ടെന്നാണ് പ്ലാന് മാറിയതെങ്കിലും മക്കളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ. ഞാൻ റെഡിയാവാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പം വേഗം ഞാനും പോയി റെഡിയായി. എല്ലാവരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിന്നെ കുറച്ച് എടുത്ത് തന്നെയാണ് കേട്ടോ വീടൊക്കെ. പുതിയ വീട് എടുത്തിട്ടുള്ളതും ആ ഒരു ഭാഗത്ത് തന്നെയാണ്, ഒതുക്കുങ്ങലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നടന്ന് പോവാണ്. അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവളും മക്കളൊക്കെ അകത്ത് ഉറങ്ങാണ് കേട്ടോ. മക്കളൊക്കെ ഇതാ അവിടെ ഓഫീസ് റൂമിൽ തന്നെ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. 3 മക്കളാണ്, 3 ആൺകുട്ടികളാണ് കേട്ടുള്ളത്. ഇപ്പം പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ ആൾ കുറച്ച് ടയേർഡാണ്. അപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടത്തവും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, നല്ലൊരു പാകത്തെ വീടെന്ന് പറയില്ലേ, അതുപോലത്തെ വീടാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ട് വലിയ വീടോ അങ്ങനെയല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പാകത്തെ വീട്. അപ്പോൾ ഇത് കിച്ചണാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കിച്ചൺ കാണാൻ. ഒരു ചെറിയ കിച്ചൺ മുകളിലും താഴെ വർക്ക് ഏരിയ ആയിട്ട് അങ്ങനെ ഒരു കിച്ചൺ അതുമുണ്ട് കേട്ടോ. അപ്പം താഴെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. ഇതൊരു 5 സെൻറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ വീടിനുള്ള സ്ഥലം. ആ ഒരു 5 സെൻറ്റിൽ കയറ്റിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇതാ മുകളിൽ 2 ബെഡ്റൂമാണ് കേട്ടോ. ഒരു ബെഡ്റൂം കണ്ടില്ലേ, അടിപൊളിയാണ്. ഗ്ലാസ്സൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട്, അവരുടെ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിലോ ഇതുപോലെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. അടിപൊളിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. മക്കളെ ഞാനൊന്ന് ഇരുത്തി വീഡിയോ എടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ അതിന് വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കസേരയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആ ഒരു ഒറ്റ വീട്ടിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അവൻ്റെ പരിമിതിക്കനുസരിച്ച് അതുപോലെ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇതാണ് അവളുടെ 3 മക്കൾ. 3 ആളും ഞങ്ങളെ കണ്ടിട്ട് എണീറ്റതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് ചായയൊക്കെ കുടിച്ച്, അവരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം നിന്നിട്ടുണ്ട്, അവനോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറുന്ന സമയത്ത് ഷെബി മോനെ അവൻ്റെ ബൈക്കിൽ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അവൻ അതിലിരുത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെ ബൈക്കിലൊന്നും അങ്ങനെ ഇരിക്കാത്തല്ലേ. അവിടെ കുറച്ച് നേരം ഞങ്ങൾ അവനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിലോട്ട് തന്നെ പോന്നു. ഇപ്പം അവന് ലക്ഷ്മിൻ്റെ മടിയിൽ കയറി ഇരിക്കുക കേട്ടോ, വലിയ ആളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ സൂര്യകാന്തി പടം കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം നാത്തൂനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞിരുന്നല്ലോ.
അവൾക്ക് അന്നും പറ്റിയില്ല കേട്ടോ. അന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ 7:30 ആയപ്പോഴത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മക്കളും ഞാനും ഷെബിയും കൂടിയാണ് കേട്ടോ പോയത്. ആസിനെ ഉമ്മാൻ്റെ അടുത്താക്കി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് എക്സാക്റ്റ് പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ. ഇത് ചട്ടിപ്പറമ്പ് ഭാഗത്ത് കരിഞ്ചാപ്പാടിയാണ് സ്ഥലം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കരിഞ്ചാപ്പാടി എന്നാണ് എല്ലാവരും പറഞ്ഞേക്കൽ. കരിഞ്ചാപ്പാടി ഭാഗത്തേക്ക് കയറുന്ന റോഡ് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ അത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതാ നമ്മൾ പാടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കണം കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഉള്ളോട്ടേക്ക് ഒരു ചെറിയ റോഡിൽ കുറച്ച് പോരാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് മഞ്ഞായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എടുത്ത് പോകുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും കാണുന്നത്. നമ്മൾ വരുന്ന ഭാഗത്തേക്കല്ല കേട്ടോ സൂര്യകാന്തി വിരിഞ്ഞ് നിൽക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയി നിൽക്കുമ്പോഴേ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മുഴുവൻ കണ്ടിട്ട് അപ്പുറത്തൂടെ പോയിട്ട് അതിൻ്റെ മുൻഭാഗത്തേക്ക് പോയിട്ടോ. കാരണം ആ ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോഴാണ്, ഈ ബാക്കിൽ നിന്ന് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അത് ഫ്രണ്ട് ഭാഗത്ത് പോയിട്ട് കാണുമ്പോഴുണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ. അത് ശരിക്കും നമ്മൾ വന്ന് കണ്ട് തന്നെ അനുഭവിച്ചറിയണം കേട്ടോ. അപ്പോഴതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ സൂര്യകാന്തി പ്രത്യേക രസമാണല്ലോ, പക്ഷെ അതിലേറെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടി കയറി, എന്നിട്ട് ആ ഒരു ഭാഗം മുഴുവൻ കണ്ടിട്ട് മറ്റേ ഭാഗത്തും അപ്പുറത്തും എവിടെ നോക്കിയാലും സൂര്യകാന്തി കേട്ടോ. കണ്ടത് തന്നെയല്ലേ പിന്നെയും കാണുന്നത് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓരോന്നും പോയി നോക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ഭാഗത്തുനിന്ന് അങ്ങനെ തുടങ്ങി, ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ കണ്ട് ആ ഒരു ഭാഗം മുഴുവൻ കണ്ടിട്ട് മറ്റേ ഭാഗത്തേക്കും പോകാൻ, പിന്നെ കുറച്ച് അപ്പുറത്തൂടെ ഉണ്ട് കേട്ടോ, അവിടെ പോകാൻ ശരി സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടെ എന്ന് കരുതിക്കേണ്ട അങ്ങനെ മക്കൾ എല്ലാം കൂടി കണ്ടിട്ട് അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലായിടത്തും പോയി നോക്കുകയാണ്. പിന്നെ ചെറിയൊരു കയറ് വെച്ചിട്ട് ഇങ്ങനെ അരികു ഭാഗമൊക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പൂവിനെ എടുത്ത് പോയിട്ട് ആ പൂവ് കേട് വരണ്ടെന്ന് കരുതിയിട്ടാവും 2 ഭാഗത്തും ഇങ്ങനെ കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഭാഗമായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂര്യകാന്തി ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ നടുവിലായിട്ട് കയറ് വെച്ചിട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ വരുന്നവർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ആ ഒരു ദിവസം സ്കൂളിലെ ദിവസമായിരുന്നു, അതുകൊണ്ട് വല്ലാണ്ട് ആളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്താണ് പിന്നെ 1-2 ആൾക്കാരെ കണ്ടത്. വൈകുന്നേരങ്ങൾ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിൽ മല്ലികയുണ്ട് കേട്ടോ, മഞ്ഞ മല്ലിക, ഓറഞ്ച് മല്ലിക, 2 കളറിലുള്ള മല്ലികയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിക അവിടെ അവർ പിന്നെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കയറി വെച്ചിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം.
അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് മുളകിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. ഈ ഒരു കൃഷി മാത്രമല്ല, മുളക് കൃഷിയുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിട്ടൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. കണ്ടോ, നിറച്ചും പൂവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചുവന്ന് കിടക്കുന്ന മുളകുണ്ട്, അതുപോലെ തന്നെ അതാ പച്ചമുളക് അതാ ഇങ്ങനെ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൃഷിയുണ്ട്. ചെറിയൊരു ഭാഗത്തായിട്ടാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇവർക്ക് ഇവിടെ കുറേ ആയിട്ട് സൂര്യകാന്തി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് മെയിനായിട്ടും തണ്ണിമത്തൻ്റെ കൃഷിയായിരുന്നല്ലോ കേട്ടോ ഉണ്ടായിരുന്നത്. അത് വേറൊരു സ്ഥലം പറഞ്ഞു, അവിടെ ഇപ്പം ഇല്ലായിരുന്നു. സീസൺ ആവുന്ന സമയത്ത് തണ്ണിമത്തൻ്റെ കൃഷി ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അതും കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ പോകാമെന്ന് ചെയ്തിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ഏട്ടനുണ്ടായിരുന്നു, അവർ പറഞ്ഞ് ഇപ്പം അതില്ലാതെ സീസൺ ആവുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ പൂക്കളൊക്കെ നടന്ന് കണ്ടു കേട്ടോ. എല്ലാ ഭാഗത്തും നടന്ന് കണ്ടു. കുറച്ച് മുകൾക്കുണ്ട്, അവിടേക്ക് പോയിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളത് ഭാഗത്ത് തന്നെ ഒരുപാടുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് പോരാൻ തോന്നില്ല കേട്ടോ. പിന്നെ അവസാനം ചെവി പോവാന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കണ്ട് തിരിച്ച് പോരാൻ തോന്നുന്നില്ല കേട്ടോ. ഞാനിതുവരെ പോയ സ്ഥലങ്ങളിൽ കണ്ടിട്ടും മതി വരാത്തൊരു സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഇതാവും കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ. ഒന്നാമത് നമ്മൾ ആദ്യമായിട്ട് കാണാൻ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകം ഉണ്ടാവും. എന്നാലും അത് മാത്രമല്ല, ഒരുമിച്ച് ഒരുപാട് പൂക്കൾ ഒരുമിച്ച് കാണുകയും അത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് എല്ലാതും വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ടാവും എന്താ പറയുക, കണ്ടിട്ടും ആ ഒരു ഭാഗത്ത് നിന്ന് പോരാൻ തോന്നണില്ലായിരുന്നു. അപ്പം എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ പോന്ന്. അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള ആ ദിവസത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. എന്നും പറയും പോലെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനും ഇതിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ കാണാം. താങ്ക്